ഹലോ ഗൈസ്, വെൽക്കം ടു കൗസർ പാപ്പില ബ്ലോഗ്സ്. കൗസർ പാപ്പില ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഉച്ചക്കെന്തല്ല ഉള്ളത്, ഇത് സൊബൈ 5:30 മണി കണ്ട മാഷാ പാപ്പിലത്തെ ഇത് വെളി ഉച്ചയായിട്ടുള്ളത് എന്തല്ല. ഇതാണ് നമ്മളെ പാപ്പിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റിങ്സ്. ഒരു വിശേഷമായിട്ട് വരുന്ന നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. തീരും ഇപ്പോൾ ജമാഅത്തായിരുന്നു മുന്നേ കഴിഞ്ഞിട്ട് വിളിക്കുക ബെസ്റ്റ് ഇതിടാം. മാഷാ അല്ലാ, ഇതാണ് ഗൈസ് പാപ്പിലത്തെ സൊബൈക്കത്തെ അവസ്ഥ. നോക്കില്ല, ഇത് സൊബൈ 5:30 മണി 5:45, കുറേ ടൈം എന്തായിട്ട് നല്ല ഉച്ചപാലുണ്ട്. ഇതാണ് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാങ്കില്ലേ ഇല്ല, ഉണ്ട് നോക്കല ഇത്ര വെളി. അപ്പം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൽ ഇത് ഇത് നമ്മളെ MLA AKM അഷ്റഫ് അവരുടെ ആസ്തി വികസന പദ്ധതി പ്രകാരം അനുവദിച്ചത്. ഇത് ഈ ലൈറ്റ് മാത്രം ഇടാം. അതിന് ശേഷമുള്ള സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം നമ്മളെ മെമ്പറിൻ്റെ ജയന്തി അക്കൻ്റെതാണ്. എന്തുമായിട്ട് എല്ലാ റോഡെല്ലാം ഇപ്പോൾ നല്ല വെളി ഫുള്ള് കാണുന്നു. റോഡ് മാത്രം ശരിയില്ല, ഇത് നടുക്കിന് മാത്രം കഴിഞ്ഞില്ല അത്രയൊന്നും. ഈ റോഡ് ശരിയുണ്ടോ, ഇതിനപ്പുറമുള്ള റോഡൊന്നും ശരിയില്ല. റോഡും ശരിയായിനെങ്കിൽ നമ്മളെ നാട് നല്ല അട്ടി വന്നു. പിന്നെ പാപ്പിലത്തെ വിശേഷമായിട്ട് വരുന്ന അഞ്ചലിനെല്ലാം ഞാൻ പാപ്പിലത്തെ എപ്പോഴും വരുന്ന അപ്പം വെളിയൊന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഉച്ച ആണോ എന്തില്ല, ബൈക്ക് തന്നെ എടുത്തങ്ങ് നല്ല ലൈറ്റിങ്സ് എല്ലാം ഉണ്ട്. റോഡ് മാത്രമേ നേരില്ല, നടക്കാൻ കഴിയുന്നില്ല മാത്രം. വാക്കിംഗ് ആക്കാനും പോകുന്നില്ല, ഫുള്ള് റോഡ് പോയിട്ടുണ്ട്. റോഡ് ഒന്ന് ശരിയായിട്ടായിട്ട് പാപ്പിലത്തെ വിശേഷമായിട്ട് വരുന്നു. എപ്പോൾ ആവലിട്ട് അറിയില്ല റോഡ്. അപ്പോൾ ഈ ലൈറ്റിന് ചെല്ലിട്ട് ഇപ്പം നല്ല കുറേ ആൾക്ക് ഉപകാരമുണ്ട്. എന്താണെന്ന് ചെല്ലെങ്കിൽ മോന്തി 6 മണിക്ക് തന്നെ ഇപ്പം മോന്തി ആയിട്ടായി, ഒരു ഇർട്ടാവാൻ തുടങ്ങിയിട്ടായി. അപ്പം തന്നെ ഇതാ കുറേ ആൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ടെല്ലാം വരുന്നവർക്ക് നല്ലൊരു ഉപകാരം ഇത്. സൊബൈക്ക് പോകുന്നവർക്ക് അങ്ങനെ ഭയങ്കര ഒരു ഉപകാരത്തിൻ്റെതാണിത് ലൈറ്റിങ്. നമ്മളിപ്പം മെമ്പറാക്കുന്നു, MLA ആക്കുന്നു, എല്ലാം ആക്കുന്നത്. നമ്മൾ വേറെ എന്ത് നോക്കുന്നില്ല, ഈ ലൈറ്റും റോഡ് തന്നെ എല്ലാവരും അധികം നോക്കുന്നു. ചില സാധാരണക്കാർ ഫസ്റ്റ് നോക്കുന്നത് എന്താ, ലൈറ്റ് റോഡുണ്ടാ, ലൈറ്റ് എന്താക്കി ഞമ്മ അതാണ്. ലൈറ്റ് നല്ല ഇപ്പം പ്രശ്നം എന്തില്ല, നല്ല ലൈറ്റ് സൈഡെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുല്ല് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇത്. അപ്പോൾ സെറ്റപ്പ് ആയിന്, ഒരു റോഡായെങ്കിൽ മാത്രം ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിളിയല്ല, ഇതെന്നെ പോരാളത്തെ ലൈറ്റ് അറിഞ്ഞാൽ. അത് ഞാൻ ഇത് കാണിക്കുന്നില്ല, അറിയോ. ഇത് നമ്മൾ റോട്ടിൽ പോയിട്ട് എൻ്റെ കാറിൻ്റെ അവസ്ഥ. എൻ്റെ കാറിൻ്റെ വണ്ടിയുടെ കാലത്തല്ല, ആ ഇതായെങ്കിൽ ഇതെന്നായിട്ടിരിക്കും. എത്ര കാത്തിയിട്ട് വെച്ചോ, എത്ര ഇതാക്കിയിട്ട് വെച്ചോ. ഇതാണ് നമ്മളെ വെഹിക്കിൾസിൻ്റെ എല്ലാ അവസ്ഥ. ഈ റോട്ടിൽ പോയിട്ടിപ്പോൾ എല്ലാം ഉണ്ട്. ലൈറ്റ് ഇടാതെ വേണം വരാം, ഹെഡ് ലൈറ്റ് ഒന്നും ഇടാതെ വരാം. മാത്രം വരന് ബൈയില്ലാത്ത മാത്രം റോഡ് കുണ്ടുകല്ലിട്ടുകൊണ്ട് വരണം. നമ്മളെ നിഷ്കു പൂച്ചുണ്ട് എൻ്റെ അടുത്ത്, സൊബൈക്ക് തന്നെ പൂച്ചോ ഗായ്സ്. പിന്നെ എന്നത് ലൈറ്റിൻ്റെ വിഷയമല്ല, നടക്കാൻ എന്തായിട്ടില്ല, ഇന്ന് നടന്നിട്ടില്ല. മഞ്ഞുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നടക്കുന്നു. അപ്പം നമ്മളെ കാരകട്ടിയും എപ്പോഴത്തെ കാരട്ടിയും ഒരു ചായയും എപ്പോഴല്ല എപ്പം ഇരിക്കുന്ന കാരട്ടി, എന്നാലും ഇഷ്ടം കാരട്ടി തന്നെ. ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ചാടിക്കുന്ന എന്തോ ഒരു ടേസ്റ്റാവാം. ഇങ്ങനെ ഒരു സൊബൈ ഒറ്റയ്ക്ക് ഇരുന്ന് ചാടിക്കുന്ന നല്ല എന്തെങ്കിലും ഉണ്ടങ്ങ് കൂടി ആ കാരട്ടിയെല്ലാം ഉണ്ടങ്ങിട്ട് തിന്നില്ലേ, അടിപൊളി. അതിൻ്റെ നിഷ്കു പൂച്ചോണ്ടൂടാ, നിഷ്കോ ഗൈസ്. അങ്ങനെ സൊബയായി എല്ലായി 10 മണിയായി. അപ്പോൾ എൻ്റെ കാർ വാഷ് ആക്കാലത്ത് ഇന്ന് കാർ വാഷിങ് എങ്ങനെ ആക്കുന്നതായിട്ട് ഞാൻ കാണിച്ചു തന്നെ. ഒരു ബാൽദി തണ്ണിയിൽ യാറെന്തില്ല ഒറ്റ ഒരു ബാൽദിയിൽ. അപ്പോൾ അതിലേക്ക് വേണ്ടിയത് ഒരു ബാൽദി, ഒരു ബക്കറ്റ് തണ്ണി, പാട്ട, ഷാമ്പു, ഒരു തുണി, ഇത്ര തന്നെ. അപ്പോൾ ഗൈസ് കാറിൻ്റെ മാറ്റെല്ലാം എടുത്തിട്ടാകുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഡസ്റ്റെല്ലാം ഉണ്ട്. പറഞ്ഞതല്ല ഇങ്ങനെ അടിച്ചിട്ടില്ല വെക്കാം. നല്ലതുള്ളുണ്ട്, കൊല്ലായി അതാ മംഗലായി നിനക്ക് അത് ക്ലീൻ. ആരുടെ കാറിൽ ഇങ്ങനെ ഇഷ്ടമല്ല, എൻ്റെ കാറിൽ മാത്രം. സോറി വളരെ ടാസ്കുള്ള പണിയാണ്. കാർ കത്തുന്നത് ചെല്ലുമ്പോൾ
₹300 ലാഭാക്കിയാണ്. അവിടെ സർവീസ് കൊണ്ട് ₹300 ലാന്നിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഫ്രീ ഉണ്ട്. ഫ്രീ പണി നമുക്കൊരു പണിയായി 10 രൂപ. എല്ലാം എനിക്ക് 300 ഇല്ല. കാറിലെല്ലാം തിന്നിടും പരസ്യം പണിയല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ കതുമ്പയാണ് എൻ്റെ ശ്രദ്ധാഭാരം. ഇപ്പം ഞാൻ കാറിനെ കതിയിട്ട് കാണിക്കുന്നുമ്മ അതിനകത്ത് കൂടി വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ആ കഥ ആയിട്ടിട്ട് എന്നെ കാറിനെ കതിയിട്ട് പഠിപ്പിക്കുന്നു കാണിച്ചിട്ട് ബക്കറ്റായിരുന്നില്ല എനിക്ക് ഇപ്പം കടി വെച്ചാണ്. അപ്പോൾ ഗ്യാസ് ഇതാ ഒരു ബക്കറ്റ് തണ്ണിയും ഇത്തരം ഷാമ്പു കുറച്ച് ഷാമ്പു കുറേ ഒരു തുണി ഇത്രയേ ഉള്ള ഇത് ഉള്ളു കഥനാ. ഇത് ഉള്ളു കഥ ഉള്ളു തോർത്തുന്നു. കണ്ണാപ്പി ചുക്കാൻ ഞങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ അടുത്ത പ്രാവശ്യം കവോട്ടും ശരിക്ക് കാണിക്കുന്നതല്ല കഥ തരുന്നതന്നെ കാരണം പഠിപ്പിക്കുന്നത്. പിന്നെ അങ്ങനല്ലേ അതന്നെ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് വെയിലിന് ഇങ്ങോട്ടൊക്കെ എടുത്തിറങ്ങി. നിങ്ങൾക്ക് വെയിലൊക്കെ ഇത് വെറും ഷോ മാത്രമാണ്. ഇനിയാണ് ഗൈസ് ഇതിന്റെ വാഷിംഗ് ഉള്ളത്. നേരെ വാഷിംഗ് മണ്ടക്ക് ഒഴിക്കാം. കാറിന്റെ മണ്ടക്ക് ജീവൻ കറക്റ്റാണ് കൊണ്ടുല്ലേ കാണാത്തില്ല. അതാ പട്ടിയെ പോലെ പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കും. അതിനങ്ങ് നേടപ്പോന്ന് ഗൈസ്. ഈ കാറെല്ലാം കയറ്റി ഒരു ടൂർ ഉണ്ട്. ഒരട്ടിട്ട് അപ്പൊ കാറിന് ഒരട്ടിട്ട് പോകും. ഇത് ഞാൻ അന്നെന്തോ സർപ്രൈസ് ആക്കിട്ട് കൊണ്ടുവന്നു തോന്നുന്നു. കാറെല്ലാം കവുന്നേടോ ട്രിപ്പ് ഇട്ടിനാ. അങ്ങനെ ഫൈനലി കാർ കത്തിട്ടായി. ഇത് മാറ്റു പിന്നെ കാറിന് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നു. വെക്കുന്നു ലൈറ്റായി. പിന്നെ ഉണക്ക് തുണിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തോർത്തിയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത കാർ വാഷായിട്ട് വരുന്നതാണ് എന്നിട്ട് കൂടായപ്പോൾ. ഓക്കെ ബൈ.